ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മുടെ CBSE ഡിസ്ട്രിക്ട് കലോത്സവമാണ് മലപ്പുറം സഹോദയ. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് കലോത്സവം നടന്നിട്ടുള്ളത് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിൽ വെച്ചിട്ടാണ്, മറവഞ്ചേരി. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാറൂനും പ്രദൂനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സഹോദയാണ് കേട്ടോ. അതായത് ഒന്ന് മലപ്പുറം സഹോദയാണ്, ഒന്ന് മലപ്പുറം സെൻട്രൽ സഹോദയാണ്. അപ്പോൾ മലപ്പുറം സെൻട്രൽ സഹോദയ പ്രദൂൻ്റെത് ഓൾറെഡി കഴിഞ്ഞതാണ്, അത് നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നടക്കാൻ പോകുന്നത് പാറൂൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ പാറു നേരത്തെ തന്നെ സ്കൂളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്കൂളിൽ നിന്നുള്ള ബസ്സിലാണ് വന്നത്. ഞാനും പ്രദുവും കൂടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. 2 ദിവസങ്ങളായിട്ടാണ് ഈ ഒരു സഹോദയം നടക്കുന്നത് കേട്ടോ. ഇതിൽ വെറും ഓൺ സ്റ്റേജ് ഐറ്റംസ് മാത്രമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. കാരണം ഓഫ് സ്റ്റേജ് ഐറ്റംസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഡേ പാറുന്നുള്ളത് 3 ഐറ്റംസ് ആണ് കേട്ടോ. ആദ്യത്തേത് മോണോ ആക്ട് ഉണ്ട്, തിരുവാതിര ഉണ്ട്, ഫോക്ക് ഡാൻസ് ഉണ്ട്. ഇത്രയാണ്. ഗ്രീൻ റൂമിലത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അവിടെ ഒരുപാട് ഐറ്റംസ് കുട്ടികൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറേ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 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 എല്ലാം കൂടെ നല്ലൊരു ബഹളാണ് അതിൻ്റെ ഉള്ളിൽ. ഞാനിവിടെ ഓട്ടമാണ് ഗൈസ്. ഇവിടെ ഒരു സ്റ്റേജിൽ മോണാക്ട് നടക്കുന്നു, അപ്പുറത്ത് വേറൊരു സ്റ്റേജിൽ തിരുവാതിരയ്ക്ക് പോകണം, അതിൻ്റെ അപ്പുറത്ത് വേറൊരു സ്റ്റേജിൽ ഫോക്ക് ഡാൻസ്. ഇതിനൊക്കെ ഞാൻ എപ്പോൾ ഒക്കെ ഒരേ സമയം ഇതുവരെ വെറുതെ ഇരിക്കുകയായിരുന്നേ. രാവിലെ 6:30 വന്നതാ, 7 മണിക്ക് വന്നു. ഞങ്ങൾ ആവശ്യമില്ലാണ്ടിരിക്കുന്നു ഇത്ര നേരം. ഇപ്പൊ ഒരേ സമയം ക്ലാഷോട് ക്ലാഷ്. ബാക്കി എല്ലാവരും തിരുവാതിര ഡ്രസ് ചെയ്തിരിക്കുക, ഒക്കെ കഴിഞ്ഞിരിക്കുക. പാറു മാത്രം ഇങ്ങനെ. യെസ്, ഇവിടെയാണ് മോണാക്ട്. ഹലോ, മാന്യ സദസ്സിന് വന്ദനം. കണ്ണകയായും ഝാൻസി റാണിയായും മലാലയായും ആടിത്തിമിർത്ത ഈ ഏകാഭിനയ വേദിയിൽ ഞാനിതാ പുതിയൊരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നു. ഗായത്രി എന്ന ഗായത്രി ദേവി. എനിക്ക് ഭ്രാന്തില്ല. നമ്മുടെ മോളൊന്ന് കളിച്ചേ, അമ്മയൊന്ന് കാണട്ടെ. കബീർ സർ ഇപ്പൊ വരും. ഗായത്രി, ഇനി ഞാനുണ്ട് അമ്മയുടെ നാവായി. ഞാൻ മാത്രമല്ല, ജാതി മതവർഗ ഭേദങ്ങളില്ലാതെ പാവങ്ങൾക്കായി പടപൊരുതുന്ന ആയിരങ്ങളുണ്ട് അമ്മയുടെ കൂടെ. ഇല്ലേ, നിങ്ങളുമില്ലേ? പ്രതീക്ഷയോടെ നന്ദി. കലോത്സവങ്ങളിൽ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ക്ലാഷ് വരുന്നത്. അപ്പോൾ പാറൂന് എങ്ങനെയാ വെച്ചാൽ ഇപ്പം തിരുവാതിര അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സെയിം ടൈമിൽ തന്നെയാണ് മോണാക്ട് നടക്കുന്നത്. അപ്പോൾ തിരുവാതിരയുടെ ആ ഒരു ഡ്രസ്സ് ഇട്ടതിന് ശേഷം മോണാക്ടിന് കയറുകയെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്താ പറയുക, ആദ്യം മോണാക്ടിന് കയറി. അപ്പോൾ ബാക്കി എല്ലാ കുട്ടികളും തിരുവാതിരയ്ക്ക് എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പാറു മാത്രമായിരുന്നു റെഡി ആവാത്തുണ്ടായിരുന്നു. പിന്നെ മോണാക്ട് കഴിഞ്ഞിട്ട് വേഗം ഓടി വന്നിട്ട് പിന്നെ തിരുവാതിരയ്ക്ക് വേണ്ടി വേഗം റെഡി ആവുമായിരുന്നു. കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഈ ഒരു സമയത്ത് ടീച്ചേഴ്സും ഒരുപാട് ടെൻഷൻ എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരേ സമയം പല സ്റ്റേജുകളിൽ ഇങ്ങനെ പ്രോഗ്രാംസ് നടക്കുമ്പോൾ അവർ ഓടി 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 പല സ്റ്റേജുകളിലും എത്തണം. കാരണം ക്ലാഷ് ഉണ്ടാവുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അതെല്ലാം ശരിയാക്കി എടുക്കേണ്ട ആ ഒരു ഇതെന്ന് പറയുന്നത് അവരുടെ കൂടെ ജോലിയാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ടീച്ചേഴ്സിന് അത് ശരിക്കും ഒരു വലിയ ടെൻഷനാണ്.
ചിരിച്ചോ അമ്പോ എന്ത് രസാണോ കാണാൻ. അടിപൊളി. എന്താ പറഞ്ഞ പാറുവിന്റെ സ്കൂളിലത്തെ പ്രിൻസിപ്പാളാണ് കേട്ടോ ഇത്. അപ്പൊ സാറ് കുട്ടികളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ നടക്കുന്ന എല്ലാ സ്റ്റേജുകളിൽ എത്താനൊക്കെ സാറ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു മക്കളേനൊക്കെ. ഇവയെല്ലാം ഇടപ്പള്ളി വാഴും ഗണപതി വണ്ടാർക്കുഴലി ബാലേ കണ്ടായോ നീ സീതേ കാന്തേ കാന്താ ജനകപുത്രിയോടും തന്റെ അനുജനോടും കൂടി അടവിപ്പുകൾ പഞ്ചവടി അവിടെ വാഴും കാലം രജനിച്ചടി വിരുദയായ രാവണ ഭഗീരി കരത്തിൽ വന്നു രാമനോടു കാതരായും ഒരുത്തനായാലും തീവേണം എനിക്കവളും ഇപ്പോൾ തരത്തിൽ നല്ല ദിനക്കെന്നനുജനൊരുത്തനെന്നു രാമൻ വിധിച്ച വചനം ശ്രവിച്ചിട്ടവളും അടുത്തു ലക്ഷ്മണാനി ആടപ്പുലി തോലിനാലും നേട പുല്ലിനാറിനാലും ആടിടുവാനരയാലും വള്ളിയൂഞ്ഞാലും തദേതം എങ്കിലെന്റെ എന്റെ സീതേ സങ്കടങ്ങൾ കൂടാതിന്നും ശങ്കയില്ലാതെന്നോടൊത്തു പാത്തിടേണമേ കൊട്ടിപ്പാട്ടുകൾ പാടിയതും ഞങ്ങൾ കൈമേ മറന്നു നിന്നാടിയതും ഞങ്ങൾ കൈമേ മറന്നു നിന്നാടിയതും സർവമംഗളമരുളേണം അങ്ങനെ തിരുവാതിര കഴിഞ്ഞപ്പോഴേക്കും ഫോക്കിന്റെ സ്റ്റേജിൽ നിന്ന് കോളോട് കോളായിരുന്നു കേട്ടോ, റെഡി ആയില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് വേഗം ഓടി പിടിച്ചിട്ടാണ് ഫോക്കിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്യുന്നത്. വളരെ പെട്ടെന്നുള്ള ഒരു മേക്കപ്പ് ആയിരുന്നു ഇപ്രാവശ്യം ഫോക്കിന്. പിന്നെ അതുപോലെയുള്ള വേറൊരു പ്രശ്നമാണ് കലോത്സവങ്ങൾ നടക്കുന്ന ആ ദിവസങ്ങളിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കിട്ടുക എന്നുള്ളത്. നമുക്ക് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുണ്ടാവും. അപ്പം അവരൊക്കെ ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പെടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ആൾക്കാരെ കണ്ടെത്തണം, അതിനു വേണ്ടി ഓടണം, പിന്നെ അവരെ കോൾ ചെയ്ത് ഏത് റൂമിലാന്ന് കണ്ടുപിടിച്ച് അങ്ങനെ കാരണം പല ആൾക്കാരും അവിടെ തന്നെ മേക്കപ്പ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ മേക്കപ്പ് സാധനങ്ങളുമായിട്ട് ഓട്ടത്തോടെ ഓട്ടം തന്നെ ആയിരിക്കും. എന്തായാലും മേക്കപ്പ് കഴിഞ്ഞതും ഞങ്ങൾ ആ
സെക്കൻഡിൽ ഓടുമായിരുന്നു കേട്ടോ സ്റ്റേജിലേക്ക്. അങ്ങനെ ബാക്ക് സ്റ്റേജിൽ പോയതിനു ശേഷമാണ് 1-2 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയത് തന്നെ. നമ്മൾ തമാശയ്ക്കൊക്കെ പറയില്ലേ, ഒന്ന് ശ്വാസം വിടാനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല എന്ന്. ഏകദേശം അത് തന്നെയായിരുന്നു അവസ്ഥ. അവിടെ ഓൾറെഡി പ്രോഗ്രാം അപ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. வாங்க வாங்க வாங்க, சின்ன குருத்தி சொல்லும் செல்ல கதை கேளுங்க. புனிதமான கதை கேட்டு பட்டு செய்து கொடுங்க. கதை சொல்லல சிங்கார பொண்ணுக்கு சேலை நீ கொண்டு தாடி, சேலை நீ கொண்டு தாடி. நீ யாரை சொல்லடி அடி, நல்லடக்காரி நீ சொல்லடி. கோகுலத்தில் எங்கையும் பார்த்ததில்லையே உன்னை, கோபபாலருங்களாரும் பார்த்ததில்லை. அங்க கிட்டேன் நான், இங்கே கிட்டேன் நான், கோபிகம்மா சொல்லிக்கிட்டேன், கோபபால பார்த்துக்கிட்டேன். நீலமேக வண்ணலரும் இந்த கண்டனே, பார்க்க ஓடி 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 தேடி வந்த கண்ணா, இங்கே வந்த கண்ணா. சொல்லித்த அண்ணா கண்ணன் எங்கே இருப்பதனா, பார்க்கணும் கண்ணனை பார்க்கணும், கண்ணனை பார்க்கணும். காட்டிடு கண்ணனை காட்டிடு, எங்கேயா கார்வண்ணன், எங்கேயா கோபபாலன், கைவள கால் தலகிங்குவதெங்கே. புத்தி கிருஷ்ணமாலா காலுட மோகன் பரமாஜடே, மூதலையாயிங்கு வந்தென்றாய் பரபிரம்மா சின்ன கண்ணா, பரபிரம்மா சின்ன கண்ணா, பரபிரம்மா சின்ன கண்ணா. ശൃംഗാരി പെൺകിട്ട വെക്കമ്പാടി, കാട്ടി പറവായില്ല കൈ തട്ടി 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 എന്ത് കുടടി, കൈ തട്ടി 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 എന്ത് കുടടി, കൈ തട്ടി 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 എന്ത് കുടടി. ദൈവമേ അടിപൊളിയായിരുന്നു. മാറ്റി പാസ് ചെയ്യുന്നതാണ്. Code number 104, മൂന്നാം സ്ഥാനം code number 102. Thank you. മോണോ ആക്ടിനും തിരുവാതിരയ്ക്കും ഒക്കെ പ്രൈസ് ഉണ്ടെങ്കിൽ കൂടി ഫോക്ക് ഡാൻസിനാണ് സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത് മുഴുവൻ. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. കാരണം സ്റ്റേറ്റിലേക്ക് ഒരു സെലക്ഷൻ കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ കോമ്പറ്റീഷൻസ് എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോഴേക്കും സമയം രാത്രി 9:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള സമയം അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത് വേഗം ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പാറുവിന്റെ കോമ്പറ്റീഷൻസ് മാത്രമാണെങ്കിൽ ഞാൻ തീർന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പോരുന്ന സമയത്തും അവിടെ ഒപ്പനയുടെ കോമ്പറ്റീഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണത്തിൽ മുങ്ങി നിൽക്കുന്ന മണവാട്ടീനെ കണ്ടോ, എന്താ ഒരു ചന്തല്ലേ. അവിടുന്ന് ഇങ്ങനെ കാണണം ഓരോരോ മണവാട്ടിമാരെ, ആരാരാണ് കൂടുതൽ മികച്ചത് എന്നുള്ളത്
നമുക്ക് പറയാനറിയില്ല. ഓരോ സ്കൂളിൽ നിന്നും ഓരോരോ സ്റ്റൈലിലാണ്, ഭയങ്കര ഭംഗിയായിട്ടാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ ഇത്. അതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് ഡാൻസിന്റെയും കാര്യം പറയുമ്പോൾ. അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് അവിടെ ഒപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്നതായിരുന്നു. അങ്ങനെ എന്തായാലും ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നമ്മൾ ഇതാ തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ സഹോദയയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇത്. ഇന്ന് പാറുവിന് 2 കോമ്പറ്റീഷൻസ് ആണുള്ളത്. ഒന്ന് നാടൻ പാട്ടാണുള്ളത്, അത് ഗ്രൂപ്പായിട്ടാണ്. അതുപോലെ തന്നെ കുച്ചിപ്പുടിയാണ് പിന്നെ അടുത്തത്. ഈ നാടൻ പാട്ടിനെ പറ്റി മാത്രം ഞാൻ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. കാരണം ഇതിന് ഫസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് പറയാൻ എനിക്ക് ശരിക്കും വാക്കുകളില്ല. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇത് ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പൊ അതിൽ മനസ്സിലാവും. ഞാൻ ഇതിൽ കുറച്ചാണ് അതിന്റെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി നമ്മളിതിൽ കാണിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും വളരെ നല്ല ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത്രയും എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. ഈ നാടൻ പാട്ടിനെ പറ്റിയിട്ടും അതിന്റെ ഗുരുവിനെ പറ്റിയിട്ടും ഒക്കെ അതിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാൻ. അപ്പൊ അതൊക്കെ ഓൾറെഡി നമ്മൾ മുന്നത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ആ ഒരു കാരണങ്ങളൊക്കെ എല്ലാം ഇതിന്റെ ആ ഒരു ഭംഗി, അതിന്റെ ഫസ്റ്റ് പ്രൈസിന്റെ ആ ഒരു സന്തോഷം ശരിക്കും കൂട്ടുന്നത് തന്നെയാണ് കേട്ടോ. അതെന്താണ് ആ കാര്യം എന്നുള്ളത് നമ്മുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അത് കൊടുത്തേക്കാം, അതിന്റെ ലിങ്ക്. അപ്പൊ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഓരോ പ്രോഗ്രാമിന്റെ കോസ്റ്റ്യൂമിൽ വരുമ്പോഴും ഓരോ ഭംഗിയല്ലേ. ശരിക്കും നല്ല ഒരു ഐശ്വര്യമായിരുന്നു കേട്ടോ ഈ ഒരു വേഷത്തില് എല്ലാ കുട്ടികളെയും കാണാന്.
ശരിക്കും ഒരു കിഡിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. അത്രയും നന്നായിട്ടാണ് കുട്ടികൾ അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി. നല്ലായിരുന്നു അല്ലേ? നല്ല ബിരിയാണി. ഇന്നലെ കിട്ടിയത് ഇന്നലെ ആണോ? ഇന്നലെ എനിക്ക് നല്ലത്, എനിക്കിന്ന് നല്ല ബിരിയാണി ആയിരുന്നു. നല്ല രസം. മറ്റേ ടീമൊക്കെ കൊടുത്തിട്ടുണ്ടോ? അതൊന്നും ശരിക്കും ഇത്രയും ദൂരെ നിന്ന് എടുക്കണം. ത്രീയിൽ കിട്ടാൻ ഇങ്ങോട്ടൊക്കെ ത്രീയിൽ എന്ത് ക്ലിയറാ? അയ്യാ മുമ്പത്തെ ഡാൻസ് ഇനിയുള്ളത് കുച്ചിപ്പുടി മാത്രമാണ്. അപ്പം എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം തന്നെ മേക്കപ്പിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ശരിക്കും ഇതിൽ തന്നിട്ടുണ്ടായിരുന്ന ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നത് 6 മണിക്ക് തുടങ്ങുമെന്നായിരുന്നു കുച്ചിപ്പുടി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ. അപ്പം എന്തായാലും മേക്കപ്പൊക്കെ ചെയ്ത് നമ്മൾ റെഡി ആയിട്ടൊക്കെ ഇരുന്നു. പക്ഷേ പ്രോഗ്രാം തുടങ്ങിയത് രാത്രി 9 മണി കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. 10 മണിയൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും കേട്ടോ. ഫസ്റ്റ് ഡേ ഉണ്ടായിട്ടുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് മുഴുവൻ പ്രോഗ്രാംസും ക്ലാഷ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് മൊത്തത്തിൽ ലാഗായിരുന്നു. എല്ലാ പ്രോഗ്രാംസും ഒരുപാട് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ ഇങ്ങനെ ഓരോ റൂമിലും ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് തളർന്ന് അങ്ങനെ ഇരിക്കുക ബാക്ക് സ്റ്റേജിൽ. അങ്ങനെ നമ്മളിങ്ങനെ കാണുമ്പോൾ എല്ലായിടത്തും മക്കളെല്ലാവരും, ചില കുട്ടികൾ ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടാവില്ല. പാറു ആണെന്ന് വെച്ചെങ്കിൽ മേക്കപ്പിന്റെ ഇടയ്ക്ക് തന്നെ പാറുവിന് ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു. ഉറക്കം വന്ന് അവസാനം മേക്കപ്പിന് ഇരിക്കാൻ വയ്യാത്ത ആ ഒരു സിറ്റുവേഷനായി. അത്രയും ഉറക്കം വന്ന് ഇങ്ങനെ തൂങ്ങി വീഴുക. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു 10 മിനിറ്റെങ്കിലും ഒന്നും ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കാരണം കൊണ്ട് അവിടെ ആ മേക്കപ്പോടെ അങ്ങനെ കിടന്ന് ഒന്ന് ഉറങ്ങിയതാണ് കേട്ടോ. ഒരു 10 മിനിറ്റിന്റെ ആവശ്യമുള്ള ഒരു പവർ നാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു സമാധാനമായിട്ട് പിന്നെ ബാക്കി മേക്കപ്പ് ചെയ്യാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ എന്തായാലും നമ്മളുടെ മേക്കപ്പ് ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ടൊരു നീണ്ട കാത്തിരിപ്പാണ് രാത്രി വരെ കേട്ടോ. മേക്കപ്പിന്റെ ഇടയ്ക്കാണ് നാടൻ പാട്ടിന് ഫസ്റ്റ് ആണെന്ന് ഉള്ള ആ ഒരു റിസൾട്ട് വന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷത്തിലായിരുന്നു. ബാക്കി കുട്ടികളെല്ലാരും കൂടെ അവിടെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പാറുവിന് അപ്പൊ അതിൽ കൂടാൻ പറ്റിയില്ല. കാരണം ഇവിടെ വേറെ റൂമിൽ മേക്കപ്പിലായിരുന്നു. അപ്പൊ എന്തായാലും കുച്ചിപ്പുടി മേക്കപ്പ് ഭയങ്കര എന്താ പറയാ, ഞാനത് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുച്ചിപ്പുടിയുടെ മേക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്റ്റൈലിഷ് മേക്കപ്പായി തുടങ്ങിയിരിക്കുന്നു, മാറിയിരിക്കുന്നു. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള മേക്കപ്പാണ്. പ്രത്യേകിച്ച് അതിന്റെ ഹെയർ സ്റ്റൈൽ ഞാനത് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ തന്നെ അവർ തന്നെ പറയും, അത് ഓരോ സ്റ്റൈലാണ്. ഓരോ ആർട്ടിസ്റ്റുകൾ ഓരോ മേക്കപ്പ് ചെയ്യുന്നവരും ഓരോ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അപ്പൊ ഹെയർ സ്റ്റൈലൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾക്ക് എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ അത് ഭംഗിയാക്കാൻ ഉള്ള തരത്തിലുള്ള ഇതുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചെങ്കിൽ കലോത്സവങ്ങളിലെ പ്രോഗ്രാംസ് ഇങ്ങനെ ലാഗായിട്ട് വരുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടല്ലേ. പാതിരാത്രി വരെ നീളുന്ന കോമ്പറ്റീഷൻസ് ആണ് നമ്മൾ പല സ്ഥലത്തും എല്ലായിടത്തും കാണുന്നത്. ഇതന്നെയാണ്. അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കുട്ടികൾ തന്നെയാണ്. രണ്ട് സൈസാ. അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. നല്ല മേക്കപ്പ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇപ്പൊ ആവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല പകൽ വെളിച്ചാണ് ഇപ്പൊ കാണുന്നത്. കണ്ടോ, ഇനി കാണാൻ പോകുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്ത് മണിക്കൂറുകൾ ഇരുന്ന് രാത്രി ആവും കേട്ടോ. ഉറക്കം വരേ? അതാ പാറും കൂടെ നോക്ക്. ശരി, ഇനി പറ, ഇനി എന്താണ്? ഇന്നലെ നമ്മൾക്ക് സമയമില്ലാണ്ട് ഓടിക്കളിച്ചിട്ട് ഇന്ന് ഇഷ്ടം പോലെ. കാരണം ലാഗോട് ലാഗ്.
വെയിറ്റിംഗ് ചെയ്ത് പാതിരാത്രിക്ക് കഴിയണാവോ. പാറു ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് അതെ തേരാപ്പാര നടക്കാണ്. ഏത് പാതിരക്കാണാവോ കഴിയാ കണ്ടോ. അതെ എല്ലായിടത്തും ബഹളത്തോട് ബഹളം, കുറെ സ്റ്റേജും ആൾക്കാരും. എനിക്കാണെന്നുണ്ടെങ്കിൽ പാറുവിന്റെ മേക്കപ്പിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാട്ടോ, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ, പ്രതു. ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വിശപ്പിന്റെ അസുഖം വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതും നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കലും കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക്. महादेवाय शिव पार्वती समेताय नमः शिवाय. सहस्रकोटि जलपालका सहस्रकोटि जलपालका सहस्रकोटि जलपालका सहस्रकोटि जलपालका. साधु संरक्षण पालना महादेव शिव शंभो. परमेश्वर गंगाधर तीर्थे परमेश्वर गंगाधर तीर्थे पतित पावन श्री पशुपते महादेव शिव शंभो. श्रीमहाकोटि सुंदर प्रभु श्री
महादेव शिव शम्भो शिव शम्भो शिव शम्भो അങ്ങനെ നോക്കിയിരുന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ക്ലോസിംഗ് സെറമണി, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെയാണ്. അപ്പൊ എന്തായാലും ആ സമയത്ത് നമുക്ക് അവിടുന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. അപ്പൊ അത് കാരണം കൂടെ അത് മാറ്റിയിട്ടൊന്നുമില്ല. ടോട്ടൽ ഇൻഡിവിജ്വൽ പോയിന്റ്സ് നോക്കുന്ന സമയത്ത് പാറു 3rd പൊസിഷനിലാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് ഡിസ്ട്രിക്ട് ലെവലില്. അതിന് ട്രോഫി ഉണ്ട് ഇതില് ഇൻഡിവിജ്വൽ. അത് ഫസ്റ്റിന് മാത്രമേ അങ്ങനെ ട്രോഫി വാങ്ങുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ. മക്കൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗിലാണ്. ഇനി എന്തായാലും അവിടെ ക്ലോസിംഗ് സെറിമണി നടക്കാൻ പോവുകയാണ്. Secondary segment is backed by Dr. N.K. Muhammad Memorial MES Central School, Valancheri, with 210 points. MES Valancheri, please come first. MES Valancheri, 210 points in the senior secondary category. Senior secondary category 3rd position is backed by Dr. N.K. Muhammad Memorial MES Central School, Valancheri. Yes, congratulations winners. അങ്ങനെ 2 ദിവസം നീണ്ടു നിന്നിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിന്റെ അവസാനമാണ് ഇത്. അപ്പൊ എന്തായാലും രാവിലെ തൊട്ട് രാത്രി വരെ 2 ദിവസമായിട്ട് നമ്മൾ ഇവിടെ തന്നെയായിരുന്നു, സ്കൂളിൽ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോഴേക്കും നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പാറു ഒന്നിട്ട് നോക്കിയേ, പാറു ഒന്നിങ്ങനെ വിശന്ന് പ്രാന്തായിട്ടാ അൽഫാം കഴിക്കണ കുട്ടീനെ കാണിച്ചു. സമയം രാത്രി 1:30. ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 1:30. കുഞ്ഞ എൻ്റെ കുട്ടി പാമേ. ഞങ്ങൾ വീട്ടിൽ വന്ന് കയറുന്ന സമയമാണിത്. 1:45. മേക്കപ്പ് തുടങ്ങിയത് എപ്പോഴാണ്? 1:45 കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ, അതായത് 12 മണിക്കൂറായി. മാലടൊക്കെ അത് വിട്ടിരിക്കണം. 12 മണിക്കൂർ മേക്കപ്പിൽ. പാറു അതിനൊരു ബോധമില്ല. ഓക്കെ, ഈ ഒരു വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊട്ട് മറക്കരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.